ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 427. ഇന്ന് മാർച്ച് മാസം 2-ാം തീയതി, 61-ാമത്തെ ദിവസത്തിലെത്തി. വല്ലാതെ വിസ്മയിച്ചു പോയ ആൾക്കൂട്ടം ആഘോഷമായി തന്നെ കൈയടിച്ച് ആഹ്ലാദം അറിയിക്കുന്നു. തങ്ങൾ ഇങ്ങനെയൊന്ന് ഇതുവരെയും നേരിൽ കണ്ടിട്ടില്ല, ഇതുവരെയും കേട്ടിട്ട് പോലുമില്ല എന്ന് അവർ ഉച്ചത്തിൽ ഘോഷിക്കുന്നു. വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് രംഗം. കഴിഞ്ഞ പുലരിയിൽ നമ്മൾ ചിന്തിച്ചു വന്നതിൻ്റെ തുടർച്ചയുമാണ്. തളർവാദ രോഗിയെ അത്ഭുതകരമായി യേശു സൗഖ്യപ്പെടുത്തി എന്നതായിരുന്നു സംഭവം. ദൃക്സാക്ഷികളുടെ പ്രതികരണം എത്ര മികച്ചതാണ്! ഇങ്ങനെ വേണം ഏത് ആൾക്കൂട്ടവും എന്ന് നല്ല മാതൃകയുമാവുന്നു. വിസ്മയം, അത്ഭുതം, അഭിനന്ദനം, ആഹ്ലാദ പ്രകടനങ്ങൾ, ഇവയൊക്കെ സത്യത്തിൽ ആർക്കായിരുന്നു? സൗഖ്യദായകനായ, സൗഖ്യം കൊടുത്ത യേശുവിനാണോ? അതോ സൗഖ്യം ലഭിച്ച തളർവാദ രോഗിക്കോ? വേദഭാഗം വായിച്ചു പോകുന്ന ഏതൊരാൾക്കും വേഗം പിടികിട്ടുന്ന കാര്യമാണ്. ആ ആൾക്കൂട്ടം ദൈവത്തെ മഹത്വപ്പെടുത്തി പതിയെ പിരിഞ്ഞു പോയിട്ടുണ്ടാവും. അത്തരമൊരു അറിവും തിരിച്ചറിവും അവരെ വിസ്മയം വരെ എത്തിക്കുന്നു. ആ അത്ഭുത ആവേശത്തിൽ ആവും വിധം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനിയോ അടുത്ത പടി എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് തിരിച്ചു പോകുന്നു എന്നതാണോ? അതിനപ്പുറം അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിനപ്പുറം ഇവിടെ എന്ത് സംഭവിച്ചു? യേശുവിനെ അവർ അംഗീകരിച്ചോ? ദൈവം തങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് സ്വയമേ മനുഷ്യ അവതാരം ചെയ്തു വന്നതാണ് ഈ യേശു എന്ന് അവർ തിരിച്ചറിഞ്ഞോ? അത് അംഗീകരിച്ചു തുടങ്ങിയോ? തളർവാദ രോഗിയായിരുന്ന, എന്നാൽ ഇപ്പോൾ യേശുവിലൂടെ സമ്പൂർണ്ണ വിടുതൽ ലഭിച്ചവനെ അവർ തങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയോ? അപ്പോൾ ആത്മീയത ഇങ്ങനെയാണ്: പുറമേ മാത്രമുള്ള കുറേ ഭാവ പ്രകടനങ്ങൾ, കുറേ വെപ്രാളങ്ങൾ, ഒരിഞ്ച് പോലും അകത്തോട്ട് ഒന്നും ഇതുവരെയും കയറിയിട്ടില്ല. തളർവാദ രോഗിയുടെ വീണ്ടെടുക്കപ്പെട്ട സ്ഥിതി കണ്ടിട്ടും തളർന്നു പോയ, നന്മയുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയ, നിരാശയിലും നിശ്ചയമില്ലായ്മകളിലും ഉഴറുന്ന തങ്ങളുടെ മനസ്സിനെയും ഇതുപോലെയൊന്ന് ബലപ്പെടുത്തുവാൻ അവർ എന്തേ ആഗ്രഹിക്കാതെ പിരിഞ്ഞു പോകുന്നു? മനസ്സിൻ്റെ തളർച്ചകളെയും മനസ്സുകൊണ്ട് നടക്കുന്ന 1000 വൈകല്യങ്ങളെയും ഒന്ന് തിരിച്ചറിയാനായിട്ട് ഇനി എപ്പോഴാണ് ഇതിലും നല്ലൊരു അവസരം വന്ന് കിട്ടുക? ഓരോരുത്തർക്കും ഇത്തരമൊരു സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ എന്ന് ഓർത്തും പരസ്പരം ഓർമ്മപ്പെടുത്തിയും പ്രാർത്ഥനയോടുകൂടി. ആമേൻ.